മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടുവിട്ടതോ അതോ അദ്ദേഹത്തെ നാടുകടത്തിയതോ? തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം കഴിയുന്നതിനു മുൻപ് ഇന്ത്യ മുന്നണിയുടെ ഒരു മുഖ്യമന്ത്രി എന്തുകൊണ്ട് 16 ദിവസം വിദേശത്തേക്ക് വിനോദയാത്ര പോയി? ഈ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് സംസ്ഥാനവും രാജ്യവും. CPM-ന്റെ സ്വന്തം തട്ടകമായ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ സാന്നിധ്യം ഉണ്ടാവരുത്. അത് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നില്ല, BJP-യും ആഗ്രഹിക്കുന്നില്ല. വടക്കേ ഇന്ത്യയിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കാനുള്ള ധൈര്യമൊന്നും ഇപ്പോൾ പിണറായിക്കില്ല. അക്കാര്യം BJP-ക്ക് നന്നായി അറിയുകയും ചെയ്യാം. ഇപ്പോഴത്തെ വിനോദയാത്രയ്ക്ക് 2 ലക്ഷ്യങ്ങളാണുള്ളത്. തിരഞ്ഞെടുപ്പ് വേളയിൽ പ്രചാരണ രംഗത്ത് പോകാതെ സ്വന്തം തടി രക്ഷിക്കാം. അതുവഴി BJP-യുടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യാം. BJP-ക്ക് ഇന്ത്യ മുന്നണിയുടെ 2 മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷിക്കാം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലാക്കുകയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ വിദേശത്തേക്ക് വിനോദയാത്രയ്ക്കായി തള്ളിവിടാനും കഴിഞ്ഞിരിക്കുന്നു. BJP-യെ അധികാരത്തിൽ നിന്നും പുറത്താക്കാനും ജനാധിപത്യവും മതേതരത്വവും തിരിച്ചെടുക്കാനുമായി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിന്ന് പോരാട്ടം നടത്തുമ്പോൾ CPM മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് വിദേശത്തേക്ക് ഉല്ലാസയാത്രയ്ക്ക് പോകാൻ മനസ്സനുവദിച്ചത്? അതും ആരെയും അറിയിക്കാതെ. ഒന്നുമല്ലെങ്കിലും സ്വന്തം പാർട്ടിക്ക് 4 വോട്ട് കിട്ടാൻ പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ത്രിപുരയിലും ബംഗാളിലുമെങ്കിലും ഒന്ന് പോകേണ്ടതായിരുന്നില്ലേ? രാജ്യത്തെ CPM-ന്റെ ഏക മുഖ്യമന്ത്രിയല്ലേ? പാർട്ടിയുടെ ദേശീയ പദവി നിലനിർത്തേണ്ടത് PB അംഗമായ പിണറായിയുടെയും ആവശ്യമല്ലേ? ഈ അവസരത്തിലെ മുങ്ങൽ BJP-യെ സഹായിക്കാനായാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തള്ളിക്കളയാനാകുമോ? കേസുകൾ ഒതുക്കാനുള്ള ഈ കുറുക്കുവിധിയെയാണ് കോൺഗ്രസുകാർ BJP-CPM ഡീൽ എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള മുഖ്യമന്ത്രി തന്റെ യാത്രാ വിവരം മൂടിവെക്കുന്നത് എന്തിനാണ്? പാർട്ടി നേതാവ് മാത്രമായിരുന്നെങ്കിൽ രാജ്യം വിടുന്നതിന് ആരും ചോദ്യം ചെയ്യില്ല. ഇതങ്ങനെയാണോ? സ്വന്തം മുഖ്യമന്ത്രി ഒരു സുപ്രഭാതത്തിൽ ആരോരും അറിയാതെ വിദേശത്തേക്ക് പോകുമ്പോൾ അത് ചോദിക്കാനുള്ള അവകാശം ജനങ്ങൾക്കില്ലേ? മുഖ്യമന്ത്രി രാജ്യം വിടുമ്പോൾ തന്റെ ചുമതല മറ്റാരെയെങ്കിലും ഏൽപ്പിക്കേണ്ടതായിരുന്നില്ലേ? ഗവർണറെ വിവരം അറിയിക്കേണ്ടതായിരുന്നില്ലേ? മുഖ്യമന്ത്രിയുടെ സ്വന്തം ഓഫീസിലുള്ളവരോടെങ്കിലും പറയേണ്ടതായിരുന്നില്ലേ? ഇവരൊക്കെ അറിഞ്ഞാൽ എന്താണ് പ്രശ്നം? സ്വന്തം പാർട്ടിക്കാരിൽ നിന്ന് പോലും മുഖ്യമന്ത്രി ഇതെല്ലാം മൂടിവെച്ചത് എന്തിനാണ്? മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്കുള്ള അനുമതി എത്ര വേഗമാണ് ഇത്തവണ കേന്ദ്ര സർക്കാരിൽ നിന്നും നേടിയെടുത്തത്? മരുമകൻ മന്ത്രിക്കും അനുമതി കിട്ടി. ഇതൊക്കെ ലഭിച്ചത് വിദേശകാര്യ വകുപ്പ് അറിയാതെയാണോ? എല്ലാം ഒരുക്കിക്കൊടുത്തവർ തന്നെ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ സ്പോൺസർ ആരാണെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് കേരളത്തിലെ ജനങ്ങൾ പൊട്ടിച്ചിരിച്ചുപോയി. ഒന്നുമറിയാത്ത പാപം. കേന്ദ്രമന്ത്രി, ഈ യാത്രയുടെ സ്പോൺസർ BJP അല്ലാതെ മറ്റാരാണ്? BJP-യുടെ ഇംഗിതം മുഖ്യമന്ത്രി നടപ്പാക്കി. ഇതിന്റെ ഗുണം പിണറായി വിജയനും BJP-ക്കും മാത്രം. തിരഞ്ഞെടുപ്പിനേക്കാൾ തനിക്ക് സ്വന്തം കാര്യമാണ് വലുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നുകൂടി തെളിയിച്ചിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ചീതകെടും മുമ്പ് വിദേശയാത്രയ്ക്ക് പോയ CPM നേതാവാണ് പിണറായി. ഇപ്പോൾ രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിലും സംസ്ഥാനം കടക്കെണിയിലും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ മറ്റാർക്കാവും? പിണറായി വിജയനല്ലാതെ ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവിന് കഴിയും?